ഈ വീഡിയോയിൽ ക്ലാസ് ഡയഗ്രാമിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ നോക്കിയത് എന്താണ് ക്ലാസ് ഡയഗ്രാം എന്ന് കണ്ടു, അതിന് ക്ലാസ് ഡയഗ്രാം നൊട്ടേഷൻസ് കണ്ടു, പിന്നെ നമ്മൾ കണ്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്ലാസ്സസ്. ഓക്കെ, ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ക്ലാസ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു കമ്പനി സ്ട്രക്ചറിൻ്റെ ക്ലാസ് ഡയഗ്രാമാണ് ഞാൻ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ക്ലാസ് ഡയഗ്രാമിൽ നിങ്ങൾക്ക് എത്ര ക്ലാസ്സസ് കാണാം? 1 2 3 4 5 ക്ലാസ്സസ് കാണാം നിങ്ങൾക്ക് ഈ ക്ലാസ് ഡയഗ്രാമിൻ്റെ അകത്ത്, ഇല്ലേ? 5 ക്ലാസ്സസ് കാണാം. ഈ ഓരോ ക്ലാസ്സസ് നമുക്കറിയാം റെപ്രസെൻറ്റ് ബൈ എ rectangle box consisting of 3 partitions. First partition എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൻ്റെ പേര്, then second partition indicates the attributes that present in that particular class, and the third partition contains the methods or the operations that the class performs. Okay, അപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ഇങ്ങനെ ആരോസും കാണാൻ പറ്റും. ആരോസ് ഇൻഡിക്കേറ്റിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്ലാസ്. ഇപ്പോൾ 2 ക്ലാസ് ഉണ്ട്. ഇപ്പോൾ കമ്പനിയും ഡിപ്പാർട്ട്മെൻറ്റും അല്ലെങ്കിൽ കമ്പനി ഓഫീസും തമ്മിൽ എന്താണ് റിലേഷൻഷിപ്പ്? ആ റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ആരോ ഉണ്ട്. ഫ്രം ഓഫീസ് ടു കമ്പനി ഒരു ഫീൽഡ് ഡയമണ്ട് വെച്ചിട്ടൊരു ആരോ ഉണ്ട്. അതെന്താണെന്നൊക്കെയുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു, അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ നോട്ടേഷൻസൊക്കെ ഞാൻ അന്നേരം പറഞ്ഞത്. പിന്നെ ഇവിടെ സ്റ്റാർ കണ്ടു. സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. കണ്ട, ഇവിടെ നോക്കിക്കേ, ഡിപ്പാർട്ട്മെൻറ്റും ഓഫീസുമായിട്ട് ഒരു സിംഗിൾ ലൈനേ ഉള്ളൂ. ഓക്കെ, സിമിലർലി ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എംപ്ലോയി ആയിട്ട് 1 2 സ്റ്റാർ. ദെൻ ഇവിടെ നിങ്ങൾക്ക് വേറൊരു ആരോ കാണാം 1 മാത്രമായിട്ട്. ഓക്കെ, ദെൻ അനദർ ക്ലാസ് ഹെഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു ക്ലാസ് നെയിം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മീൻസ് അതിൻ്റെ അകത്ത് ആട്രിബ്യൂട്ട്സും പാരാമീറ്റേഴ്സും ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, അതിൻ്റെ സിമ്പിൾ നോക്കിക്കേ, ഒരു സോളിഡ് ലൈൻ വിത്ത് എ ട്രയാങ്കിൾ ബോക്സ്. അപ്പം നിങ്ങൾക്കിവിടെ നമുക്ക് ആദ്യത്തെ ക്ലാസ് നോക്കാം. കമ്പനി എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്ത് കമ്പനിയുടെ പേര്, ഫസ്റ്റ് പാർട്ടീഷന് നമ്മൾ കമ്പനിയുടെ ക്ലാസ്സിൻ്റെ പേര് കൊടുത്തു കമ്പനി. സെക്കൻഡ് പാർട്ടീഷൻ്റെ അകത്ത് നമുക്ക് ആട്രിബ്യൂട്ടിൻ്റെ പേര്. ആട്രിബ്യൂട്ടിൻ്റെ പേര് ഇവിടെ എന്താണ്? ആട്രിബ്യൂട്ടിൻ്റെ പേര് എന്താണ്? നെയിം. ആ കമ്പനിയുടെ പേര് അത് പ്രൈവറ്റ് ആയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ആണ്. ഓക്കെ, ഞാൻ അതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ ഗെറ്റ് നെയിം ഉണ്ട്, അതൊരു പബ്ലിക്കാണ്. ഗെറ്റ് സെറ്റ് നെയിം ഉണ്ട്, അതും പബ്ലിക്കാണ്. രണ്ടിൻ്റെ ആട്രിബ്യൂട്ട് എന്താണ്? രണ്ടിൻ്റെയും ഡേറ്റ റിട്ടേൺ ടൈപ്പ് എന്താണ്? സ്ട്രിങ് ആണ്. ഇനി അടുത്ത ക്ലാസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ് അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് അതിൻ്റെ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞ നെയിമാണ്, വിച്ച് ഈസ് ഓഫ് ഡേറ്റ റിട്ടേൺ ടൈപ്പ് സ്ട്രിങ്. സിമിലർലി ഗെറ്റ് നെയിമും സെറ്റ് നെയിമും ഉണ്ട്, വിച്ച് ഈസ് ഓഫ് ഡേറ്റ ടൈപ്പ് സ്ട്രിങ് ആണ്. ഓക്കെ, സിമിലർലി ഓഫീസ് എന്ന് പറയുമ്പോൾ ഒരു അഡ്രസ്സ് ഇറ്റ്സ് ഓഫ് സ്ട്രിങ് ഡേറ്റ ടൈപ്പാണ്. അതിന് ഗെറ്റ് അഡ്രസ്സ് ഉണ്ട്, സെറ്റ് അഡ്രസ്സ് ഉണ്ട്. ഇനി എംപ്ലോയി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ആ എംപ്ലോയിയുടെ പേര്. പിന്നെ ടൈറ്റിൽ മീൻസ് ഡെസിഗ്നേഷൻ. ഓക്കെ, വിച്ച് ഈസ് ബോത്ത് ഓഫ് ടൈപ്പ് റിട്ടേൺ ടൈപ്പ് സ്ട്രിങ് ആണ്. ഇനി അതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഗെറ്റ് നെയിം ഉണ്ട്, സെറ്റ് നെയിം ഉണ്ട്, ഗെറ്റ് ടൈറ്റിൽ, സെറ്റ് ടൈറ്റിൽ. ഓക്കെ, പിന്നെ ഹെഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞൊരു ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കമ്പനിയിലോട്ട് ഈ ഒരു ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? വാട്ട് ഈസ് ദ സിമ്പിൾ റെപ്രസെൻറ്റ്സ്? എന്താണ്? ഏത് റിലേഷൻഷിപ്പാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? യെസ്, കോമ്പോസിഷൻ. അസോസിയേഷൻ വരും, സിമ്പിൾ അസോസിയേഷൻ, സോളിഡ് ലൈൻ. പിന്നെ അവിടെ ഒരു ഫിൽഡ് ഹോളോ ഡയമണ്ട് ആണെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം? അഗ്രിഗേഷൻ എന്ന് പറയാം. ഇനി ഫിൽഡ് ഡയമണ്ട് ആകുമ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? കോമ്പോസിഷൻ ആണെന്ന് പറയാം. ഈ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അവിടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ക്ലാസ് 2 ഈസ് എ പാർട്ട് ഓഫ് ക്ലാസ് 1. അപ്പോൾ ക്ലാസ് 2 എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ആ ഒരു കേസ് നമ്മൾ പറഞ്ഞു, ക്ലാസ് 2 എന്ന് പറഞ്ഞാൽ ഇറ്റ് കനോട്ട് സ്റ്റാൻഡ് ബൈ ഇറ്റ് സെൽഫ്. അതായത് ഇപ്പോൾ നോക്കിയ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് കമ്പനിയിലോട്ട് പോയിരിക്കുന്നത്. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഇറ്റ് കനോട്ട് സ്റ്റാൻഡ് ബൈ ഇറ്റ് സെൽഫ്. അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റ് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഈ കമ്പനി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ കമ്പനി എന്ന് പറഞ്ഞ ക്ലാസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
അതാണ് ഇവിടെ ഇങ്ങോട്ട് ആരോ കൊടുത്തിരിക്കുന്നത്. കാരണം കമ്പനി ഉണ്ടെങ്കിലല്ലേ ഡിപ്പാർട്ട്മെൻറ്റ്, കാരണം ഒരു കമ്പനിക്കകത്ത് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് കാണും. ഓക്കെ, അതായത് ഇപ്പം എന്താണ് ഫസ്റ്റ് എന്ന് പറഞ്ഞ അസിസ്റ്റൻറ്റ് ഡയറക്ടർ കാണും. അസിസ്റ്റൻറ്റ് ഡയറക്ടറിൽ നിന്നും പിന്നെ അസോസിയേറ്റ് ഡയറക്ടർ കാണും. അസോസിയേറ്റ് ഡയറക്ടറിൽ നിന്നും പിന്നെ മാനേജർ പോസ്റ്റ് വരും. പിന്നെ അങ്ങനെ പിന്നെ സീനിയർ മാനേജർ, പിന്നെ ഡയറക്ടർ വരും. അപ്പം അങ്ങനത്തെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ് കാണും അല്ലേ, ഡിപ്പാർട്ട്മെൻറ്റ് കാണും. അപ്പോൾ അതൊക്കെ കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റ് കാണും, ഒന്നിൽ കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കമ്പനിയിൽ കാണും. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റാർ അത് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ സ്റ്റാറും കൊടുത്തിരിക്കുന്നു. അത് സിമ്പിൾ അസോസിയേഷൻ ഈ ഡിപ്പാർട്ട്മെൻറ്റും ഓഫീസും തമ്മിൽ എന്താണ് റിലേറ്റഡ് ആണ്, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആരോ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സിമിലർലി ഇവിടെ അതേപോലെ തന്നെ അസോസിയേഷൻ ഓഫീസ്. ഇപ്പോൾ ഒരു കമ്പനിയിൽ തന്നെ അതിൻ്റെ ലൊക്കേഷൻ, ഇവിടെ ഓഫീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനി തന്നെ പല ലൊക്കേഷനിലുണ്ടാവും. അതായത് ഇപ്പം ഒരു കമ്പനി എന്ന് പറഞ്ഞപ്പോൾ ട്രിവാൻഡ്രത്ത് കാണും, ദെൻ എറണാകുളത്ത് കാണാം, ബാംഗ്ലൂരിൽ കാണാം. അപ്പോൾ എന്താണ് അതിൻ്റെ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ആ സെയിം കമ്പനി തന്നെ അതിൻ്റെ ഓഫീസ് പല സ്ഥലത്തുണ്ടാവും. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു ആരോ കൊടുത്തിട്ട് ഇവിടെ സ്റ്റാർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ മാത്രം ഹെഡ് ക്വാർട്ടർ ഇവിടെ മാത്രം ഇങ്ങനെ ഒരു ആരോ കൊടുത്തിരിക്കുന്നു. വാട്ട് ഈസ് ദിസ് സിമ്പിൾ ഇൻഡിക്കേറ്റിംഗ്? യെസ്, ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ജനറലൈസേഷൻ ആണ് അല്ലേ. ചൈൽഡ് ക്ലാസ്സിൽ നിന്ന് പാരൻറ്റ് ക്ലാസ്സിലോട്ട് പോകുന്ന ജനറലൈസേഷൻ മീൻസ് ഈ ഹെഡ് ക്വാർട്ടേഴ്സ് ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഹെഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞ ക്ലാസ്. ഇനി എംപ്ലോയി എന്ന് പറഞ്ഞ ക്ലാസ് എന്താണ്? ആ ഒരു എംപ്ലോയി എന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻറ്റേൺ ഓഫീസും കമ്പനിയായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ശരിക്കും ഈ എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ്സിൽ സിമ്പിൾ അസോസിയേഷനാണ്. ഈ എംപ്ലോയി എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അപ്പം ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു എംപ്ലോയിയോ ഒന്നിൽ കൂടുതൽ എംപ്ലോയീസോ കാണാം. ഇല്ലേ, മിനിമം ഒരു എംപ്ലോയെങ്കിലും കാണാം. അതാണ് ഇവിടെ കൊടുത്തിന് 1 to സ്റ്റാർ, മിനിമം 1 or more, ഒന്നിൽ കൂടുതൽ എംപ്ലോയീസ് കാണാം. ശരിക്കും ഈ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജ് ചെയ്യുന്നത് ഒരു എംപ്ലോയി ആയിരിക്കും അല്ലേ. ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് മാനേജ്ഡ് ബൈ എ സിംഗിൾ എംപ്ലോയി, അതാണ് ഇവിടെ 1 എന്ന് കൊടുത്തത്. ഓക്കെ, പക്ഷേ കാരണം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻ ഒരു ഹെഡ് ഉണ്ടാവും, അപ്പോൾ അത് മാനേജ് ചെയ്യുന്നത് സിംഗിൾ എംപ്ലോയിയാണ്. അതാണ് ഇവിടെ 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? കൺസിസ്റ്റിംഗ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് കൺസിസ്റ്റിംഗ് ഓഫ് ഡിഫറെൻറ്റ് എംപ്ലോയീസ്, 1 or different employees. പക്ഷേ അത് മാനേജ്ഡ് ബൈ എന്താണ്? സിംഗിൾ എംപ്ലോയി. ഓക്കെ, അതാണ് ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ ആ ഒരു എംപ്ലോയിൻ്റെ പേരുണ്ടാവും, നമുക്ക് അതിനെ ഗെറ്റ് ചെയ്യാം, അതിനെ നമുക്ക് സെറ്റ് ചെയ്യാം, മീൻസ് അതിനെ ഡിസ്പ്ലേ ചെയ്യാം, ഔട്ട്പുട്ടാണ് പറയുന്നത്. പിന്നെ ഗെറ്റ് ടൈറ്റിൽ എന്ന് പറയുന്നത് എന്താണ്? ഗെറ്റ് ടൈറ്റിൽ എന്ന് ഡെസിഗ്നേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒരു കമ്പനി സ്ട്രക്ചറാണ്. കമ്പനീൻ്റെ സ്ട്രക്ചർ മാത്രമേ ഞാൻ ഈ ഒരു ക്ലാസ് ഡയഗ്രാം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് ഞാൻ ഇങ്ങനെ പറയുകയാണ്, ഒരു കമ്പനീൻ്റെ അകത്ത് ഒരു ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ നെയിം വരിക, അതിനെ ഗെറ്റ് ചെയ്യുക, സെറ്റ് ചെയ്യുക, ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഓഫീസുണ്ട്, എംപ്ലോയി ഉണ്ട്, ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനിതെല്ലാം ഒരു റിട്ടൺ എക്സ്പ്ലനേഷനെയും കാട്ടി ഒരു ക്ലാസ് ഡയഗ്രാമിൽ കൂടെ ഞാൻ എന്ത് ചെയ്യുകയാണ് നമുക്കൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് തരികയാണ്. ഓക്കെ, this is the class diagram notations and the different relationships also. Okay, ഇവിടെ നമുക്ക് ഈ ഒരു ഏതൊക്കെ റിലേഷൻഷിപ്പ് നമ്മളിവിടെ കണ്ടു? അഗ്രിഗേഷനും കോമ്പോസിഷനും കണ്ടു, സിമ്പിൾ അസോസിയേഷനും കണ്ടു, ദെൻ ഇൻഹെറിറ്റൻസും കണ്ടു, അല്ലെങ്കിൽ ജനറലൈസേഷനും കണ്ടു. ഓക്കെ, സോ എക്സാമിന് നോർമലി ചോദിക്കുന്നത് ഒരു എംപ്ലോയിയുടെ അല്ലെങ്കിൽ ഒരു ബുക്കിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനി സ്ട്രക്ചറിൻ്റെ ഒരു ക്ലാസ് ഡയഗ്രാം വരയ്ക്കണം, അങ്ങനെ എന്തെങ്കിലും ചോദിക്കും. നിങ്ങൾക്ക് ഇപ്പം ഇത്രയും ക്ലാസ്സസ് തന്നെ ഇൻക്ലൂഡ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇതിലൂടെ ക്ലാസ്സസ് വേണ്ടി നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ആട്രിബ്യൂട്ട്സും മെത്തേഡ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേഞ്ച് ചെയ്യും. ജസ്റ്റ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കത്തുള്ളൂ, റെപ്രസെൻറ്റ് ദ ക്ലാസ് ഡയഗ്രാം ഫോർ ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് ഇത് represent the class diagram for the following. First question A, company structure. Second question B, ഒരു ലൈബ്രറി മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം.
ഓക്കെ, അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ക്ലാസ് ഡയഗ്രാം ഓഫ് ഒരു ലൈബ്രറി മാനേജ്മെൻറ്റ് സിസ്റ്റം, ഒരു ക്ലാസ് ഡയഗ്രാം ഫോർ എ ബാങ്ക് ATM, ഒരു സ്റ്റുഡൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. നിങ്ങളൊന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഒരു ബുക്ക്, ഒരു ലൈബ്രറി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഒരു എന്തൊക്കെ ഉണ്ടാവും, ഒരു നിങ്ങൾക്കൊരു ജസ്റ്റ് ഒന്ന് ഒന്ന് നോക്കാം. അതിൻ്റെ അകത്ത് ബുക്ക് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാവും. ഓവറോൾ മാനേജ് ചെയ്യുന്ന ഒരു അഡ്മിൻ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാകാം. പിന്നെ ഇത്ര ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ അങ്ങനെ കുറച്ച് റിലേഷൻസ് നിങ്ങൾക്കൊന്ന് ഡെവലപ്പ് ചെയ്യുക. എത്ര ക്ലാസ്, ഫസ്റ്റ് യു ഹാവ് ടു ഐഡൻറ്റിഫൈ ഹൗ മെനി ക്ലാസ്സസ് ആർ ടു ബി റിക്വയർഡ് ഇൻ എ ക്ലാസ് ഡയഗ്രാം, ഇനി വാട്ട് ഓൾ ആട്രിബ്യൂട്ട്സ് ടു ബി നീഡഡ് ഇൻ ഈച്ച് ക്ലാസ് ആൻഡ് വാട്ട് ആർ ദ ഓപ്പറേഷൻസ് ടു ബി പെർഫോംഡ് ഇൻ ഈച്ച് ക്ലാസ്. അത് നിങ്ങൾ ആദ്യം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ എന്ത് ചെയ്യണം, ഡയഗ്രാം വരയ്ക്കുക. ഓക്കെ, ഒരു ക്ലാസ് ഡയഗ്രാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ക്ലാസ് ഡയഗ്രാം ബുക്കിൻ്റെ, അത് നിങ്ങളൊന്ന് തന്നെ ട്രൈ ചെയ്യുക.